നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ കേരള പര്യടനം തുടങ്ങിയിരിക്കുന്നു. കൊച്ചിയിൽ വിവിധ കേന്ദ്ര പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത മോദി റോഡ് ഷോ നടത്തി. നാളെ ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ സംബന്ധിക്കുകയും ചെയ്യും. തൃപ്പയാർ ശ്രീരാമക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ പരമാവധി നേട്ടമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് BJP. നരേന്ദ്രമോദിയുടെ സന്ദർശനം കേരളത്തിൽ പ്രതിഫലനമുണ്ടാക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു മിഷൻ കേരള. മോദി പ്രഭാവം കേരളത്തിൽ ഉണ്ടാകുമോ? കേരളത്തിൽ കണ്ണുവെച്ചോ BJP? തിരഞ്ഞെടുപ്പിൽ നേട്ടമാകുമോ? ചർച്ചയിൽ ശ്രീ TP ജയചന്ദ്രൻ BJP, ശ്രീ KS അരുൺകുമാർ CPM, ശ്രീ VT ബൽറാം കോൺഗ്രസ് എന്നിവർ. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ VT ബൽറാം, നമ്മള് ഇതിപ്പോ 2 ആഴ്ചക്കുള്ളിൽ രണ്ടാമത്തെ നരേന്ദ്രമോദി റോഡ് ഷോയാണ് കേരളത്തിൽ കാണുന്നത്. ആദ്യം തൃശ്ശൂരിൽ, ഇപ്പോഴിതാ എറണാകുളത്ത്. മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ കണ്ട ഒരു രീതിയിൽ BJP കേരളത്തെ ലക്ഷ്യം വെക്കുകയാണെന്ന് തോന്നുന്നു. നരേന്ദ്രമോദിയാണ് അവരുടെ വോട്ട് ക്യാച്ച് ചെയ്യുന്ന മെഷീൻ. ആ മെഷീൻ കേരളത്തിലും പ്രവർത്തിക്കുമോ? ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും ഏത് പ്രദേശത്തും അദ്ദേഹത്തിന് ഏത് സമയവും കടന്നു വരാം. അതിൽ യാതൊരു അനൗചിത്യവും ഞാൻ നോക്കിക്കാണുന്നില്ല. പക്ഷേ അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ സന്ദർശിക്കേണ്ടിയിരുന്ന ചില സംസ്ഥാനങ്ങളുണ്ട്. അത്രത്തോളം ജനങ്ങൾ അദ്ദേഹത്തിനെ പോലുള്ള ഒരു ഉന്നത ശീർഷനായിട്ടുള്ള രാഷ്ട്രീയ നേതാവിനെ പ്രതീക്ഷിച്ച സ്ഥലങ്ങളുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയായിരുന്നു. ഉദാഹരണത്തിന് മണിപ്പൂർ, അവിടെയൊന്നും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായില്ല എന്നുള്ളത് കൂടി സാന്ദർഭികമായിട്ട് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇതുപോലെ ഒരു പ്രധാനമന്ത്രിയൊക്കെ ഒരു സംസ്ഥാനം സന്ദർശിക്കുമ്പോൾ ആ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അത് വലിയൊരു റീഅഷുറൻസ് ആയിട്ട് മാറേണ്ടതായിട്ടുണ്ട്. അവർക്ക് അതുവരെ ഇല്ലാത്ത ചില പ്രതീക്ഷകൾ നൽകുന്നു, അവരുടെ ആശങ്കകൾ അകലുക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ് പ്രധാനമന്ത്രിമാരുടെ സന്ദർശനം കൊണ്ടൊക്കെ ഉണ്ടാവേണ്ടത്. അവർക്കൊരു സമാശ്വാസമായിട്ട് മാറേണ്ട സന്ദർശനങ്ങളാണ് പ്രധാനമന്ത്രിമാരുടേതൊക്കെ. അങ്ങനെയാണ് ഞാൻ മണിപ്പൂരിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് സൂചിപ്പിച്ചത്. പക്ഷേ ഇവിടെ നരേന്ദ്രമോദിയുടെ പല സംസ്ഥാനങ്ങളിലുമുള്ള സന്ദർശനം ഇങ്ങനെ ഒരു റീഅഷ്യൂറിംഗ് അല്ല എന്ന് മാത്രമല്ല, അതിൽ വിപരീതമായി ഒരു തരത്തിൽ ഇൻറ്റിമിഡേറ്റിംഗ് ആണ്. ആളുകൾക്ക് എന്തോ വലിയ സംഭവം ഉണ്ടാവാൻ പോവുകയാണ്, എന്തൊക്കെയോ അപായങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ് എന്ന നിലയിൽ ഒരു ആശങ്കയാണ് ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ കൊണ്ടും ഇതുമായി ബന്ധപ്പെട്ട് അമിതമായി കാണിച്ചു കൂട്ടുന്ന ഈ കോപ്പുകൂട്ടലുകൾ കൊണ്ടൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അത് 2-3 തവണയൊക്കെ ഇങ്ങനെ വന്നു പോകുന്നത് ഒരു തരത്തിൽ നല്ലതാണ്. നമ്മളിപ്പം ഈ കൊറോണയുടെയൊക്കെ കാലത്ത് നമ്മൾ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്നൊക്കെയുള്ള വാക്കുകൾ പ്രയോഗിച്ചിരുന്നല്ലോ. അപ്പോൾ അതുപോലെ നരേന്ദ്രമോദി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നു പോവുക എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു തരത്തിൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഈ അടിക്കടിയുള്ള സന്ദർശനങ്ങൾ ഗുണം ചെയ്യട്ടെ എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഏതായാലും നാളത്തെ സന്ദർശനം ഔപചാരികമായിട്ട് ആദ്യം പറഞ്ഞത് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം വരുന്നു എന്നുള്ളതാണ്. അതിനെ ഇപ്പോൾ ഇന്നത്തെ ഈ റോഡ് ഷോയോട് കൂടി ഒരു രാഷ്ട്രീയ സ്വഭാവത്തിലുള്ള സന്ദർശനമാക്കി മാറ്റാൻ സാധിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് നാളെ നടക്കാനിരിക്കുന്ന ഗുരുവായൂരിലെ ഒരു വിവാഹ ചടങ്ങിൽ, പ്രൈവറ്റ് ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ ആദ്യം തുടക്കത്തിൽ പ്രചരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നാളെ വിവാഹിതരാവാനിരിക്കുന്ന ഭാഗ്യ സുരേഷിനും ശ്രേയസിനും ഞാൻ വിവാഹ മംഗളാശംസകൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. അതോടൊപ്പം ഇവരുടെ ഈ വിവാഹം കാരണം അതിൽ പ്രധാനമന്ത്രിയെപ്പോലുള്ള ആൾ പങ്കെടുക്കുന്നതിൻ്റെ കാരണം അസൗകര്യം നേരിട്ട അവിടെ നാളെ നടക്കാനിരിക്കുന്ന മറ്റ് 100 കണക്കിന് വിവാഹങ്ങളുണ്ട്. അതിലെ പ്രതിശ്രുത വധൂവരന്മാർക്കും ഞാൻ വിവാഹ മംഗളാശംസകളും നേരുകയാണ്. അവർക്ക് ഉണ്ടാകുന്ന അസൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ സന്തോഷത്തോടു കൂടി ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഈ സന്ദർശനത്തിന്റെ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിന് മുമ്പ് ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ, എനിക്ക് ഇവിടെ കൗതുകകരമായി തോന്നിയ, അല്ലെങ്കിൽ മുമ്പ് കേട്ടിട്ടില്ലാത്ത ഒരു നിരീക്ഷണം ശ്രീ ബൽറാമിൽ നിന്ന് കേട്ടത്, കേരള സമൂഹത്തിനൊരു ഹേർഡ് ഇമ്മ്യൂണിറ്റി ഇങ്ങനെ അടിക്കടി ഉണ്ടാവുന്ന ഈ മോഡിയുടെ സന്ദർശനങ്ങളിൽ നിന്നും ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾ മോഡിയെ ഓവറായിട്ട് അമിതമായിട്ട് എക്സ്പോസ് ചെയ്യാണ്. നരേന്ദ്രമോദി വരുന്നു എന്നൊക്കെ ഉള്ളത് ഒരു വലിയ സംഭവമായിരുന്നത്. ഇപ്പോൾ ആഴ്ചയിൽ വന്നു പോയി കഴിഞ്ഞാൽ അതുണ്ടാവുമോ? അഭിലാഷേ, മോഡി ആദ്യമായിട്ടല്ല വരുന്നത്. ഞാൻ അഭിലാഷിന്റെ കേരളത്തിലെ ഹേർഡ് ഇമ്മ്യൂണിറ്റിയെ ചൂണ്ടിക്കാണിക്കുന്നത്, മോഡിയെ കാണാൻ ബൽറാമിന്റെ ഒരു സുഹൃത്ത് പണ്ട് ഗുജറാത്തിൽ പോയിരുന്നു. ഹേർഡ് ഇമ്മ്യൂണിറ്റി എവിടെയാ ഉണ്ടായെന്നറിയോ? അന്ന് എങ്ങനെയാ സ്വീകരിച്ച അദ്ദേഹത്തെ? മാപ്പ് പറഞ്ഞു. പിന്നീട് കേരളത്തിൽ വന്നപ്പോ അദ്ദേഹത്തെ നമ്മൾ ഹർത്താൽ കൊണ്ട് സ്വീകരിച്ചു. അഭിലാഷേ, ഇന്ന് ഞാൻ കണ്ട എന്റെ ഏറ്റവും നയന മനോഹരമായ എന്റെ ജീവിതത്തിൽ അസുലഭമായ കാഴ്ച, അന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചവർ ഇന്ന് നരേന്ദ്രമോദിയെ കൈകൂപ്പിയും കൈപിടിച്ചും കാത്തിരുന്നും സ്വീകരിക്കുന്ന ഒരു വലിയ കാഴ്ചയുണ്ട്.
നരേന്ദ്രമോദി നമുക്കറിയാം, അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും എണ്ണം പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകനാണ്, വികസനമാണ് ഇത് മുന്നോട്ട് വെക്കുന്ന ആള്. അദ്ദേഹം ഇന്ത്യ രാജ്യത്ത് പോകുമ്പോൾ സാധാരണ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഉണ്ടായിരുന്ന വിഭിന്നമായ ചില സമീപനങ്ങൾ കാണുന്നു. അപ്പൊ നോക്കൂ, അദ്ദേഹം കുറച്ചു മുമ്പ് കേരളത്തിൽ വന്നപ്പോൾ അന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ നെഗറ്റീവ് വാർത്തകളായിരുന്നു. അദ്ദേഹം വന്നത് ശരിയായില്ല, ചില കാര്യങ്ങൾ മാസങ്ങൾ മുമ്പ് വന്നപ്പോൾ. പക്ഷെ ഇപ്പം നമ്മളൊക്കെ BJP ഒരു അവകാശവാദങ്ങളുമില്ല, ഞങ്ങൾ ആരെയും വെറുപ്പിക്കാനോ ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമില്ല. പക്ഷെ ചില കോണുകളിൽ നിന്ന് ഇമ്മ്യൂണിറ്റിയിൽ നിന്നും വിഭിന്നമായ സ്വരങ്ങളല്ലേ. അപ്പൊ നോക്കൂ, പലപ്പോഴും നമ്മുടെ ചർച്ച പോകുന്നത് എങ്ങനെയാണ്. അപ്പൊ ചിലർ ഭയപ്പെട്ടോ, ചിലർ പേടിച്ചോ, ചിലർക്ക് BJPയെ നമുക്കറിയാം. തൃശ്ശൂരിനെ കുറിച്ചാണല്ലോ ഇപ്പൊ നമ്മുടെ ഏറ്റവും ചർച്ച പോകുന്നത്. തൃശ്ശൂരിൽ 3-ാം സ്ഥാനത്തായിരുന്നു BJP. ഇപ്പൊ എന്തൊക്കെയാണ് അഭിലാഷെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, എന്തൊക്കെയാണ്. അദ്ദേഹത്തെ തെറി വിളിക്കുന്നില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ, വെല്ലുവിളിക്കുന്നു, അദ്ദേഹത്തെ രാഷ്ട്രീയമായി അധിക്ഷേപിക്കുന്നു. എന്നാൽ ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു ശ്രീ ബൽറാം, ഒരുപാട് ഇമ്മ്യൂണിറ്റി കേരളത്തിന് ഇനി ഉണ്ടാകേണ്ടതില്ലേ. അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് വരുന്നു, അദ്ദേഹത്തെ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്നേ നമ്മൾ കണ്ടു. പക്ഷേ ആ തരത്തിലുള്ള ഒരു പ്രവർത്തനമാണോ കേരളം തിരിച്ചു നൽകുന്നത്? നോക്കൂ, അദ്ദേഹം തൃശ്ശൂരിൽ വന്നു. ശരി, കേരളത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമാ നടി അദ്ദേഹത്തിന്റെ വേദിയിൽ വന്നു. അഭിലാഷ്, കേരളം സത്യത്തിൽ നമ്മൾ മതേതരത്വത്തെക്കുറിച്ചും സഹിഷ്ണുതയെക്കുറിച്ചും രാഷ്ട്രീയ സഹിഷ്ണുതയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ അന്നും ഇന്നും തുടരുന്നത് എന്താണ്? അവര് നേരിട്ട് ഒരു സൈബർ ലിഞ്ചിങ്. നോക്കൂ, ഇന്ന് കേരളത്തിലെ വാനമ്പാടി അദ്ദേഹം BJP ആണ്, സംഘിയാണ് എന്നൊന്നും പറയുന്നില്ല. അവരിന്ന് നേരിടുന്നത് എന്താണ്? എത്ര മ്ലേച്ഛമായ, എത്ര നീചമായ സൈബർ ലിഞ്ചിങ് ആണ് അഭിലാഷെ കേരളം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഇന്നേ വരെ ഒറ്റപ്പെടുത്താനോ അത് തെറ്റാണെന്ന് പറയാനോ ഈ ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുന്ന, മോഡിയെ കുറിച്ച് പറയുന്ന ആളുകളുടെ മനസ്സിലുണ്ടോ? സ്നേഹത്തിന്റെ കടകളെക്കുറിച്ചും സ്നേഹവായ്പിനെ കുറിച്ചും സഹിഷ്ണുതയെ കുറിച്ചും ഒക്കെ പറയുന്ന ആളുകൾ എത്ര അസഹിഷ്ണുക്കളായിട്ടാണ്, എത്ര വൃത്തികെട്ട രൂപത്തിലാണ് കേരളത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാട്ടി. ശരി, ഏതായാലും VD സതീശനും സജി ചെറിയാനും ഒക്കെ ഇത്തരം സൈബർ ആക്രമണങ്ങൾ ശരിയല്ല എന്ന് പറയുകയുണ്ടായി. ഓക്കെ, സൈബർ ആക്രമണങ്ങളല്ലല്ലോ നമ്മുടെ ചർച്ച, അടുത്ത ഘട്ടത്തിൽ വരാം. ശ്രീ VT ബൽറാം, പക്ഷെ നോക്കുമ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ LDF UDF ഈ ദ്വന്ദ്വത്തിൽ നിൽക്കുകയായിരുന്നു കേരളത്തിന്റെ രാഷ്ട്രീയം. അതിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പെടുത്താലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പെടുത്താലും അങ്ങനെയാണ്. പക്ഷേ നമ്മുടെ പോൾ നറേറ്റീവ് തന്നെ മാറ്റിക്കൊണ്ട് നരേന്ദ്രമോദിയുടെയും സുരേഷ് ഗോപിയുടെയൊക്കെ എൻട്രി വരികയാണ്. തൃശ്ശൂരത്തെ നിങ്ങളുടെ MP TN പ്രതാപൻ ആവർത്തിച്ച് പറയുന്നത് ഞങ്ങളും BJPയും തമ്മിലുള്ള മത്സരമാണ് നടക്കാൻ പോകുന്നതെന്നാണ്. അങ്ങനെ കേരളം പോലത്തെ ഒരു സംസ്ഥാനത്തിൽ ഇതാ ഞങ്ങളെയാണ് തോൽപ്പിക്കേണ്ടത്, നിങ്ങൾ ഞങ്ങളെ എതിരിടൂ എന്ന് പറയിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ BJPക്ക് ഒരു നറേറ്റീവ് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലേ? നരേന്ദ്രമോദി ആദ്യം തൃശ്ശൂർ വരുന്നു, ഇപ്പൊ കൊച്ചിയിൽ വരുന്നു. അവരെ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ മോദിയെ എങ്ങനെ തോൽപ്പിക്കും, അല്ലെങ്കിൽ ഈ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ മുരളീധരനെയോ ഒക്കെ എങ്ങനെ തോൽപ്പിക്കും എന്നുള്ള നിലയിലേക്ക് നിങ്ങളുടെ ചർച്ച അങ്ങോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞില്ലേ? അല്ല, നരേന്ദ്രമോദിയെ തോൽപ്പിക്കാനുള്ള വെല്ലുവിളി ഞങ്ങളുടെ തൃശ്ശൂരിലെ MP ശ്രീ TN പ്രതാപൻ നടത്തുന്നത് ആർജവത്തോടു കൂടിയാണ്. നരേന്ദ്രമോദിയുടെ നോമിനി ആയിട്ടുള്ള ഒരാളെ നിർത്തേണ്ട കാര്യമില്ല, സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ വന്ന് തൃശ്ശൂരിൽ മത്സരിക്കട്ടെ. അതിനെ തോൽപ്പിക്കാനും UDFന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താനുമുള്ള കരുത്ത് UDFനുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിലാണത് പറയുന്നത്. ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് സംരക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഭയാശങ്കയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇവിടെ ഇപ്പം നേരത്തെ ജയചന്ദ്രൻ മാസ്റ്റർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തായിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം പുതിയ തെരഞ്ഞെടുപ്പൊന്നും നടന്നിട്ടില്ലല്ലോ. ആ 3-ാം സ്ഥാനത്ത് നിന്ന് അവർ ഏതെങ്കിലും സ്ഥാനത്തേക്ക് ഒരു സ്റ്റെപ്പ് കയറിയോ എന്നുള്ളത് ഇതിനകം ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പോൾ 3-ാം സ്ഥാനത്ത് തന്നെയാണ് BJP പാർലമെന്റിലും നിയമസഭയിലും കഴിഞ്ഞ തവണ ഫിനിഷ് ചെയ്തത്. ആ 3-ാം സ്ഥാനം കൊണ്ട് തന്നെ അവർക്ക് ഇത്തവണയും തൃപ്തിപ്പെടേണ്ടി വരും. അത് നരേന്ദ്രമോദി 1 തവണയല്ല 2 തവണയല്ല 10 തവണ വേണമെങ്കിൽ വരട്ടെ എന്നുള്ള വെല്ലുവിളി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്, ശ്രീ ജയചന്ദ്രൻ മാഷ്ക്ക് ഒരു തരത്തിലുള്ള തെറ്റിദ്ധാരണയും വേണ്ട. ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വരവിനോട് ഒരു അസഹിഷ്ണുതയില്ല. ഞാൻ എൻ്റെ സംസാരം തുടങ്ങിയത് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എത്ര തവണ വേണമെങ്കിൽ ഇവിടെ വരട്ടെ, ഇന്ത്യയിൽ എല്ലായിടത്തും സന്ദർശിക്കാനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള അവസരവും അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ആഗ്രഹിച്ച ജനതയുടെ മുമ്പിൽ അവരുണ്ടായിരുന്നോ? അത് രാഷ്ട്രീയമായ വിമർശനം ശ്രീ ബൽറാം. BJPയെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും CPMനെ സംബന്ധിച്ചും ഒക്കെ ഒരു തെരഞ്ഞെടുപ്പാണ് മുമ്പിൽ നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് നോക്കൂ, ഇപ്പോ ദക്ഷിണേന്ത്യ എടുത്താൽ 130 സീറ്റുണ്ട്. BJPക്ക് 29 സീറ്റേ ആകെ ദക്ഷിണേന്ത്യയിലുള്ളൂ. അത് നമുക്കറിയാം 26 കർണാടകയുടെ സംഭാവനയാണ്. കർണാടക എന്ന സംസ്ഥാനം ഒഴികെ ദക്ഷിണ ഇന്ത്യയിൽ എവിടെയും ഫുട് പ്രിന്റ് ഇല്ലാതിരുന്ന BJP ഇത്തവണ കൂടുതൽ സീറ്റ്, ഒരു മിഷൻ സൗത്ത് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നു. അവർക്ക് ചില സീറ്റുകൾ മറ്റ് ചില സംസ്ഥാനങ്ങളിൽ നഷ്ടപ്പെട്ടേക്കാം, ബംഗാൾ പോലെ, ബീഹാർ പോലെ, മഹാരാഷ്ട്ര
പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നഷ്ടപ്പെട്ടേക്കാം. അവരത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ കേരളം പോലെ, തമിഴ്നാട് പോലെ, തെലങ്കാന പോലെ, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളെ എയിം ചെയ്യുന്നു. കേരളത്തിലും അവർക്ക് ടാർഗറ്റ് ഉണ്ട്, തമിഴ്നാട്ടിലും ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ BJP-യുടെ ഒരു മിഷൻ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയിട്ടാണ്. തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ഉണ്ടാക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. അല്ല, അതൊന്നും യാഥാർത്ഥ്യബോധത്തോടു കൂടിയല്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പം നിങ്ങൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ദക്ഷിണേന്ത്യയിൽ നിന്ന് അവർക്ക് ഇത്രയും സീറ്റുകൾ തന്നെ കിട്ടിയത് കഴിഞ്ഞ തവണ കർണാടകത്തിൽ അവർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ വിജയം അവർക്കുണ്ടായി എന്നുള്ളത് കൊണ്ടാണ്. അതിനുശേഷമാണ് അവിടെ കോൺഗ്രസിൻ്റെ അതിശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവ് നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കണ്ടത്. ഇന്ന് കർണാടകം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സംസ്ഥാനമായിട്ട് അഭിമാനത്തോടു കൂടി ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സംസ്ഥാനമാണ്. അതുകൊണ്ട് കഴിഞ്ഞ തവണ BJP-ക്ക് കിട്ടിയതിൻ്റെ പകുതി പോലും സീറ്റ് ഇത്തവണ കർണാടകത്തിൽ നിന്ന് കിട്ടില്ല. തമിഴ്നാട്ടിലും കേരളത്തിലും ഒറ്റ സീറ്റും BJP-ക്ക് കിട്ടാൻ പോകുന്നില്ല. ആന്ധ്രയിൽ ഇതാ വലിയൊരു തിരിച്ചുവരവിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നു. തെലങ്കാനയിൽ കോൺഗ്രസ് വലിയ ശക്തിയായിട്ട് മാറിയിരിക്കുന്നു, ഭരണത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ തെക്കേ ഇന്ത്യയിൽ BJP-ക്ക് ഇത്തവണ കഴിഞ്ഞ തവണ കിട്ടിയതിൻ്റെ 7 ഇലത്ത് എത്താൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ഇവിടെ വരുന്നതിനെയൊന്നും ഞങ്ങൾ കാര്യമായിട്ട് പരിഗണിക്കുന്നതിനേയില്ല. അവർക്കെന്തോ വലിയ സംഭവമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പക്ഷെ അവിടെയും ഞാൻ പറയുന്നു, നരേന്ദ്രമോദി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിസ്മയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ മലമറിക്കാൻ കഴിയുമെന്നുള്ള അമിത പ്രതീക്ഷയോ അതൊന്ന് തീർന്നു കിട്ടുകയാണെങ്കിൽ ഈ ഇലക്ഷൻ്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഓക്കെ. ശ്രീ K. അരുൺകുമാർ, ഇപ്പോൾ നോക്കൂ, മധ്യ കേരളത്തിലെ 2 പ്രധാനപ്പെട്ട നഗരങ്ങളിൽ, ആദ്യം തൃശ്ശൂരിൽ പിന്നെ കൊച്ചിയിൽ നരേന്ദ്രമോദി റോഡ് ഷോ നടത്തുന്നു. അദ്ദേഹം പുഷ്പവൃഷ്ടികൾ ഏറ്റുവാങ്ങുന്നു. അപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തെ ഉഴുതുമറിക്കുക എന്നുള്ളതാണ് BJP-യുടെ ടാർഗറ്റ്. മധ്യ കേരളത്തിലാണ് അവർ ലക്ഷ്യമിടുന്ന ഒരു സീറ്റ്, മറ്റൊന്ന് തെക്കൻ കേരളത്തിലും. അപ്പോൾ ഈ നിലയ്ക്ക് കേരളത്തിൽ നിന്ന് ഇത്തവണ സീറ്റ് കൊണ്ടേ പോകൂ എന്ന വാശി BJP-ക്ക് ഉണ്ടെന്ന് തോന്നുന്നു. താങ്കൾ മ്യൂട്ടാണോ ഒന്നൊരു സംശയം, ഒന്ന് ഓഡിയോ നോക്കുവോ? പറഞ്ഞോളൂ. അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കാൻ കഴിയുന്നില്ല. ഞാൻ അതിലേക്ക് ശ്രീ ജയേന്ദ്രൻ മാഷ് അങ്ങുണ്ടോ? ഓക്കെ, നെറ്റ്വർക്ക് പ്രശ്നമുണ്ട്. ഇവരെ രണ്ടുപേരെയും ടെലിഫോണിൽ ലഭ്യമാക്കാൻ ഞാൻ PCR-നോട് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറെ കൂടി ഓപ്പൺ ആയിട്ട് സംസാരിച്ചു പോകാമല്ലോ. രണ്ടുപേരിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ശ്രീ VT ബൽറാം, ഇവിടെ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, കേരളത്തിലെ ഒരു രാഷ്ട്രീയ ബലതന്ത്രം LDF UDF എന്നുള്ളതാണ്. BJP-യെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു മുന്നണി കുറച്ച് അവരുടെ വോട്ട് ഷെയർ കുറയ്ക്കുക എന്നുള്ള നിലയിലാണ് BJP എന്ന കക്ഷിക്ക് അവിടേക്ക് ആ ഒരു സ്പേസിലേക്ക് കയറാൻ കഴിയുക. അല്ലാതെ ഇരുധ്രുവ രാഷ്ട്രീയത്തിൽ BJP-യെ സംബന്ധിച്ച് കാര്യമായ റോളില്ല. നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അത് കാണുന്നതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് BJP-ക്ക് കുറച്ചധികം ആഗ്രഹങ്ങളുണ്ട്. കേരളത്തെ സംബന്ധിച്ചല്ല, എല്ലായിടങ്ങളെയും സംബന്ധിച്ച് ആഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ കൂടുതൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ നൽകിയെന്ന് അവർക്ക് പറയാൻ കഴിയുന്നു. അതേസമയം തന്നെ കേരളത്തിലെ സർക്കാരിന് സാമ്പത്തികമായ ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങളുണ്ട്. അവർക്ക് ഡെലിവർ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ, ഇപ്പോൾ ക്ഷേമ പെൻഷൻ അടക്കം കൊടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ബുദ്ധിമുട്ട് വേറെ കേരള സർക്കാരിൻ്റെതായ പ്രാരാബ്ധങ്ങളും പ്രശ്നങ്ങളും അവിടെ നിൽക്കുന്നു. ഞങ്ങളാണ് ഇനിയിപ്പോൾ കിസാൻ സമ്മാൻ നിധി ഇരട്ടിയാക്കും ഈ വരാൻ പോകുന്ന ബജറ്റിൽ നിന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 12,000 രൂപ എന്നുള്ള നിലയിലേക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഡയറക്റ്റ് ക്യാഷ് ബെനിഫിറ്റ് കിട്ടുകയാണ്. അപ്പോൾ ഈ നിലയ്ക്ക് ഉജ്ജ്വല അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയുകയും ചെയ്യാലോ. ഒരിടത്ത് അയോധ്യ, മറ്റിടത്ത് ഇതുപോലെ DBT സ്കീമുകൾ, ഗ്യാസ്, ആ തരത്തിൽ ഞങ്ങളും ഇവിടെ ഉണ്ട്, ഞങ്ങളാണ് നിങ്ങൾക്ക് ബെനിഫിറ്റ് നൽകുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ BJP-ക്ക് കഴിയുമോ? അല്ല, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കേരളത്തിന് അങ്ങനെ വാരിക്കോരി ഒന്നും നരേന്ദ്രമോദി സർക്കാർ നൽകുന്നില്ല. ഇപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്നൊക്കെ പറയപ്പെടുന്ന പദ്ധതികളിൽ പോലും യഥാർത്ഥത്തിൽ എത്രയാണ് കേരളത്തിന് വിഹിതം അനുവദിക്കുന്നത് എന്ന് ചോദിച്ചാൽ വളരെ കൗതുകരമായിട്ട് നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകും. ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജന PMAY എന്ന് പറയുന്ന വീടുണ്ടാക്കുന്ന പദ്ധതിയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അതിന് കേന്ദ്ര സർക്കാർ നൽകുന്ന തുക വെറും 72,000 രൂപയാണ് ഒരു വീടിന്. 72,000 ആണോ 90,000 ആണോ എന്ന് എനിക്കൊന്ന് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്രയും നാമമാത്രമായിട്ടുള്ള തുകയാണ് ഒരു വീട് വയ്ക്കാൻ വേണ്ടി നൽകുന്നത്. പേര് പ്രധാനമന്ത്രി ആവാസ് യോജന എന്നാണ്. പ്രധാനമന്ത്രി
നേരിട്ട് ഒരു വീട് മുഴുവൻ കൊടുക്കുന്നു എന്നുള്ളതാണ് ആളുകൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ തുക ഇത്രയാണ്. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലായാലും ഒക്കെ കേന്ദ്ര വിഹിതമുണ്ട് എന്നുള്ളെങ്കിൽ അതിൽ വളരെ നാമമാത്രമായിട്ടുള്ള തുകയാണ്. അപ്പോൾ കേന്ദ്രം അങ്ങനെ കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക്, അത് എല്ലാ സംസ്ഥാനങ്ങളും ഇതേ മാനദണ്ഡം തന്നെയാണ്, അങ്ങനെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ പ്രത്യേകമായിട്ട് കൂടുതലായിട്ടും നൽകുന്നില്ല. ആകെ നടക്കുന്നത് ഈ ടോൾ പിരിവുള്ള വലിയ ഹൈവേ നിർമ്മാണങ്ങളാണ്. അപ്പോൾ അതിൽ തന്നെ ടോൾ പിരിക്കുന്നു, കടമെടുക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ റോഡുകൾ ഉണ്ടാക്കുന്നു. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്, നമ്മളതിനെ എതിർക്കുന്നില്ല. പക്ഷേ എന്നാൽ പോലും അത് മാത്രമാണ് ഈ ജനങ്ങൾക്ക് മുമ്പിൽ വിസിബിളായിട്ട് കാണിക്കാനുള്ളത് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് വിഷനാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ നിന്ന് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര, അതിൽ ആ ന്യായ് എന്ന് പറയുന്ന ആശയത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ആ ആശയമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വളരെ വിശദാംശങ്ങളിൽ കടക്കുന്നില്ലെങ്കിലും അതിനെക്കുറിച്ച് പറയണമെന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ് ന്യായ് അല്ലെങ്കിൽ ജസ്റ്റിസ് അല്ലെങ്കിൽ നീതി എന്ന് പറയുന്ന ആശയം. അതിലെ സോഷ്യൽ ജസ്റ്റിസ് ആയാലും ഇക്കണോമിക് ജസ്റ്റിസ് ആയാലും പൊളിറ്റിക്കൽ ജസ്റ്റിസ് ആയാലും ഇന്ന് നരേന്ദ്രമോദി ഭരണകൂടത്തിന് കീഴിൽ അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇക്കണോമിക് ജസ്റ്റിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക അസമത്വത്തിലേക്ക് രാജ്യം പോകുന്നു. വലിയ വലിയ സഹസ്രകോടീശ്വരന്മാർ ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ മറുഭാഗത്ത് സാധാരണക്കാരുടെ ജീവിത നിലവാരം കുറയുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ച് ഞങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് മുന്നോട്ട് വയ്ക്കുന്നു. ഇവിടെ ഒരു കാസ്റ്റ് സെൻസസ് അടക്കം നടത്തി ഇവിടുത്തെ വിവിധ സമൂഹങ്ങളുടെ സമുദായങ്ങളുടെ ശാക്തിക ബലാബലത്തെ കൃത്യമായി അസസ് ചെയ്ത് അതിൻ്റെ പരിഹാര നടപടികളിലേക്ക് കടക്കണം. കേന്ദ്ര ഗവൺമെൻറ് അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ടും പ്രതികരിക്കുന്നില്ല. അതോടൊപ്പം പൊളിറ്റിക്കൽ ജസ്റ്റിസ്, നമുക്കറിയാം ഒരു പാർലമെൻറ്റിനകത്ത് പ്ലക്കാർഡ് പിടിച്ചാൽ പോലും MP-മാരെ കൂട്ടത്തോടു കൂടി സസ്പെൻഡ് ചെയ്യുന്ന, അഭിപ്രായം പറയാൻ കഴിയാത്ത, മാധ്യമ സ്വാതന്ത്ര്യമില്ലാത്ത, ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലാത്ത ഒരു നാടായി ഇന്ത്യ മാറുന്നു. അപ്പോൾ ന്യായ് എന്ന് പറയുന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ ഈ വികസന ഗിമ്മിക്ക് അത് യാഥാർത്ഥ്യബോധത്തിൽ അടിസ്ഥാനമായിട്ടുള്ളതല്ല എന്നുള്ള വസ്തുത ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കാൻ കഴിയുമെന്നുള്ള 100% ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലാവട്ടെ, തെക്കേ ഇന്ത്യയിലാവട്ടെ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കമാവട്ടെ ഇത്തവണ അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് നടത്താൻ, അധികാരത്തിലേക്ക് എത്താൻ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് 100% ആത്മവിശ്വാസം ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശ്രീ ടി പി ജയേന്ദ്രൻ മാസ്റ്റർ, ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം പാർട്ടിയുടെ പ്രവർത്തകരെ കൊണ്ട് പുഷ്പവൃഷ്ടി നടത്തി എന്നുള്ളത് കൊണ്ട് BJP-യുടെയോ നരേന്ദ്രമോദിയുടെയോ ജനസമ്മതി കേരളത്തിൽ വർദ്ധിക്കുമോ? കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ഈ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയ കാലയളവിൽ യഥാർത്ഥത്തിൽ BJP-ക്ക് കേരളത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ കുറയാണ് ചെയ്തത്. നമ്മൾ അവസാനത്തെ 3 തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്ന പുതുപ്പള്ളി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നാൽ എടുത്തു കഴിഞ്ഞാൽ തൊട്ട് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് BJP-ക്ക് വോട്ട് കുറയാണ് ചെയ്തത്. ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രം എടുക്കൂ. LDF-ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2016 അപേക്ഷിച്ച് 2021 7,80,506 വോട്ട് കൂടി. UDF-ന് 3,86,248 വോട്ട് കൂടി. BJP-ക്ക് 4,29,834 വോട്ട് കുറയാണ് ചെയ്തത്. 2.35% കുറവാണ് BJP-യുടെ വോട്ട് ഷെയറിലുണ്ടായിരുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലയളവിലാണ്. അതിനുശേഷം 2 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. അവിടെയും ആ 2021 കിട്ടിയ വോട്ട് കൂടി കിട്ടിയിട്ടില്ല, പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും. കേരളത്തിൽ വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി ഇവിടെ നിന്ന് റോഡ് ഷോ നടത്തിയതുകൊണ്ട് എന്ത് കാര്യം? നിങ്ങൾക്ക് ഇവിടെ വോട്ട് ബേസ് വേണ്ടേ? 12.47% മാത്രം വോട്ട് വിഹിതമുള്ള ഒരു പാർട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ? അഭിലാഷ്, അത്ര അവകാശവാദമൊന്നും ഞങ്ങൾ ഉന്നയിച്ചില്ലല്ലോ. അപ്പൊ നമ്മൾ തന്നെയല്ലേ പറയുന്നത്. നോക്കൂ, കുറച്ചു മുമ്പ് ഞാൻ പറയുന്നത് എന്താ, ഇതാ മോഡി വന്നു, ഞങ്ങളുടെ പ്രതാപനെ മത്സരിക്കാൻ തയ്യാറുണ്ടോ? സർ, രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ അമേഠിയിൽ പോകേണ്ടി വന്നിട്ടില്ല രാഹുൽ ഗാന്ധി, പിന്നെ അല്ലേ നിങ്ങളുടെ ഈ വലിയ നേതാവും. അതുകൊണ്ട് ഞങ്ങളാരെയും തോൽപ്പിക്കാനൊന്നും ഇല്ല മിസ്റ്റർ ബൽറാം. നിങ്ങൾ നിങ്ങളെന്തോ ബാക്ക്ഗ്രൗണ്ടെങ്കിൽ ഞങ്ങളെ കുറ്റം പറയുന്ന കാര്യത്തിൽ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പിന്നെ ചോദിക്കട്ടെ. കർണാടകയിൽ 2018 BJP-ക്ക് കിട്ടിയ 19 സീറ്റിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു. സർ, 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെയായിരുന്നു അവസ്ഥ. കോൺഗ്രസ് എത്ര സീറ്റ് കിട്ടായിരുന്നു, എത്ര വോട്ട് ഷെയർ ഉണ്ടായിരുന്നു, അതിന് ശേഷം നടന്നു. അതുകൊണ്ട് അതൊന്നും നമ്മൾ അങ്ങനെ ചർച്ച ചെയ്യേണ്ടതില്ല. പിന്നെ താങ്കൾ PMA രാഷ്ട്രീയ ഗവേഷണം ചെയ്യുന്ന ഒരാളല്ലേ. PMA ഇന്ദിരാ ആവാസ് യോജന കാലഘട്ടത്തിൽ കേരളത്തിലെ ഒരു ജില്ലയിൽ എത്ര വീടുകൾക്ക് നിങ്ങൾ പണം കൊടുത്തിരുന്നു? ഇന്ന് ആ കൊടുത്ത വീടുകൾ ഒരു വാർഡിൽ എത്ര വീടുകൾക്ക് കിട്ടുന്നുണ്ട്?
അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കണക്കുകളൊക്കെ എനിക്ക് തോന്നുന്നു അത് നിങ്ങളൊന്ന് മാറ്റിക്കൊള്ളുന്നതാണ് പഠിപ്പിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നിങ്ങളിപ്പോ ന്യായ് യാത്രയെ കുറിച്ച് പറഞ്ഞു, ജോഡോ യാത്ര പറഞ്ഞിരുന്നു. ആ ജോഡോ യാത്ര നടന്നതിന് ശേഷം ഉണ്ടായ ചിത്രം എന്താണ്? 5 തെരഞ്ഞെടുപ്പെടുന്നല്ലോ. കയ്യിലുള്ള സാധനങ്ങൾ എത്രണ്ണം ഇപ്പൊ കയ്യിലുണ്ട്, എത്രണ്ണം പുതുതായിട്ട്. അതുകൊണ്ട് ഇതൊക്കെ ജനങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളാണ്. അത് അവർക്ക് പോട്ടെ. പിന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ താങ്കൾ വാഹനമാകും. പക്ഷേ ഈ രാജ്യത്ത് പത്രക്കാരെ പിടിച്ച് ഒരു ചോദ്യം പോലും ചെയ്യാതെ അലഹാബാദ് ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അവരെ കാരാഗൃഹത്തിൽ. അതൊക്കെ പഴയ കാര്യങ്ങൾ. ഞാൻ അങ്ങയിലേക്ക് വരാം. പക്ഷെ അരുൺകുമാറിന് ഇപ്പോൾ കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അരുൺകുമാർ, കേരളത്തെ സംബന്ധിച്ച് എന്തായാലും BJPക്ക് വലിയൊരു പ്ലാൻ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലോ. ഇല്ലെങ്കിൽ നരേന്ദ്രമോദി കൂടി കേരളത്തിൽ വരില്ല. അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു, വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കുന്നു. ഈ ആൾക്കൂട്ടമൊക്കെ വോട്ടായി മാറുമോ? ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJPക്ക് പ്ലാൻ A, B, C, D അങ്ങനെ നിരവധി പ്ലാനുകളുമായിട്ട് കുറെ വർഷങ്ങളായി ഇറങ്ങി തിരിച്ചതാണ്. ഇപ്പൊ യുവജനങ്ങളുടെ സംശയങ്ങൾ തീർക്കാനും അവർക്ക് വേണ്ടി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അപ്പൊ ഉത്തരം പറയുമെന്ന് പറഞ്ഞ് കൊച്ചിയിൽ വന്നു പ്രധാനമന്ത്രി. അതിനുശേഷം വനിതകളെ നേരിട്ട് കാണാനും അവരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യാനും തൃശ്ശൂരെത്തി. ഇപ്പൊ വീണ്ടും തിരുവനന്തപുരത്ത് കൊച്ചിയിലെത്തിയിരിക്കുന്നു. ഒരു വിവാഹ ആവശ്യത്തിനാണ് വന്നിരിക്കുന്നത്. ഒക്കെ നമുക്കറിയാം സാഹചര്യങ്ങൾ. പക്ഷെ അതുകൊണ്ട് കേരളത്തിന് എന്താണ് ഗുണം എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രശ്നം. ഇപ്പൊ കേരളത്തിന് ഒരു ഫെഡറൽ രാജ്യത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഓരോന്നായി നിഷേധിക്കപ്പെട്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളം പോകാനുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോ എത്ര നാളായി നമ്മൾ ഈ ആവശ്യങ്ങൾ ഓരോന്നായിട്ട് ഉന്നയിക്കുന്നു. സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതമായാലും കടമെടുക്കാനുള്ള തോതായാലും റവന്യൂ ഡെഫിഷ്യൻസി ഫണ്ടായാലും എല്ലാം വെട്ടി കുറയ്ക്കുകയാണ്. അപ്പൊ തമിഴ്നാട്ടിൽ നിന്നാണ് തൃശ്ശൂരിലേക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എത്തിയത്. തമിഴ്നാട്ടിൽ അന്ന് 3000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് അവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ട് കേരളത്തിലേക്ക് വന്നു. എന്നാൽ കേരളത്തിൽ വന്നിട്ട് ഒരു നയാ പൈസയുടെ പാക്കേജ് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ. ഞാനാണ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അതിൽ ഏത് ഗ്യാരണ്ടിയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പേരിൽ ഇവിടെ ചെയ്തത് എന്നത് ഗൗരവത്തോടെ നമ്മൾ പരിശോധിക്കണം. 6 പേരെ എടുത്താൽ അതിൽ ഒരാൾക്ക് പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനമാണ് ഈ കേരളം. അപ്പോൾ 3.5 കോടി ജനങ്ങളിൽ 67 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുമ്പോൾ അതിൽ 7 ലക്ഷത്തിൽ താഴെ ആളുകൾക്ക് 80 വയസ്സിന് മുകളിൽ വെറും 500 രൂപ, 60 വയസ്സിനും 80 വയസ്സിനും ഇടയിൽ 200 രൂപ, അതുപോലെ അംഗവൈകല്യമുള്ളവർക്കും വിധവകൾക്കും 300 രൂപ, അങ്ങനെ 7 ലക്ഷത്തിൽ താഴെ ആളുകൾക്ക് പെൻഷൻ കൊടുക്കുമ്പോൾ ഈ പെൻഷൻ പദ്ധതി മുഴുവൻ എന്റേതാണെന്ന് പ്രഖ്യാപിക്കുക. 4 ലക്ഷത്തിൽ അധികം ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തു ലൈഫ് പദ്ധതിയുടെ ഭാഗമായി. അതിൽ വെറും 37,000 പേർക്ക് വെറും 72,000 രൂപയാണ് കേന്ദ്ര ഫണ്ട് എന്ന രൂപത്തിൽ കൊടുത്തത്. എല്ലാ ലൈഫ് പദ്ധതി ഭവനത്തിന്റെ മുന്നിലും നരേന്ദ്രമോദിയുടെ ചിത്രം വെച്ചുകൊണ്ടുള്ള പേര് വയ്ക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇനിയുള്ള വിഹിതം വരെ വെട്ടിക്കുറയ്ക്കുമെന്ന് പറയുന്നത് നാം കാണുകയാണ്. അതുപോലെ ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തവണ ഗ്യാസ് കുറ്റി കൊടുത്തു, ആ ഗ്യാസ് നിറച്ച് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. ഒരു ഘട്ടത്തിൽ പോലും പറഞ്ഞ വാക്കു പാലിക്കാതെ മുന്നോട്ട് പോവുകയാണ്. യുവജനങ്ങൾക്ക് 2 കോടി തൊഴിലവസരം ഓരോ വർഷം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നു. ഇപ്പൊ 9.25 വർഷമായി 19 കോടി തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കേണ്ട സമയം കഴിഞ്ഞു. 45 വർഷത്തെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത തൊഴിലില്ലായ്മയിലൂടെ കടന്നു പോകുന്നു. അപ്പൊ നിരവധി മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്, ഗീർവാണം ഒരുപാട് വിടുന്നുണ്ട്. മോഡി ഗ്യാരണ്ടി എന്ന പേരിൽ ഞാൻ തന്നെ എന്റെ ഗ്യാരണ്ടി എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് പ്രയോജനങ്ങൾ കിട്ടുന്നു എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രശ്നം. ഇപ്പൊ BJPയുടെ പ്രതിനിധി ഇവിടെ ഉണ്ടല്ലോ. ഈ നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചു, കേന്ദ്ര തലത്തിൽ അത് നടപ്പാക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന എന്ത് പദ്ധതിയാണ് നിങ്ങൾ പ്രഖ്യാപിച്ചത്? അത് ഗൗരവത്തോടെ ചർച്ച ചെയ്യണം. ഇപ്പൊ 2019 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഏകദേശം 14 ലക്ഷം വോട്ട് കിട്ടി. എന്നാൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അത് കുറഞ്ഞ് വീണ്ടും 11 ലക്ഷത്തിലേക്ക് വോട്ട് കുറയുകയാണ്. ശതമാനം നേരെ കുറയുകയാണ്. അപ്പൊ അത്തരത്തിൽ ഗൗരവത്തോടെയുള്ള പ്രശ്നം എന്താണ് സംഭവിച്ചത് എന്ന് BJP തന്നെ പരിശോധിക്കണ്ടേ? വലിയ തരത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വാഗ്ദാനങ്ങൾ നിരവധി നിരത്തിയിട്ട് കാര്യമില്ല. അതിന്റെ ഗുണം വിദ്യാർത്ഥികൾക്കുണ്ടോ, യുവജനങ്ങൾക്കുണ്ടോ, തൊഴിലാളികൾക്കുണ്ടോ, ജീവനക്കാർക്കുണ്ടോ, അതുപോലെ തന്നെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കുണ്ടോ എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രശ്നം. നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചാൽ അതിന്റെ ഗുണങ്ങൾ കിട്ടണമല്ലോ ജനങ്ങൾക്ക്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണ തുടർച്ചയിലേക്ക് പോയത് എന്താണ്? പ്രതിസന്ധി ഘട്ടങ്ങളിലും ക്ഷേമ പദ്ധതികൾ ശക്തിപ്പെടുത്തി, അതുപോലെ പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് വലിയ മാറ്റം വരുത്തി, അതുപോലെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ഇവിടെ ഭരണ തുടർച്ച കിട്ടിയതുപോലെ 2014 അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി സർക്കാരിന് 2019 ഭരണ തുടർച്ച കിട്ടി. ഇത്തവണ അവര് 3ാമത്തെ അവസരം, ഹാട്രിക് അടിക്കാനുള്ള അവസരമാണ് ചോദിക്കുന്നത്. ശരിയാണിപ്പോ ഈ പദ്ധതികളുടെയൊക്കെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് എന്നൊക്കെയുള്ള ചോദ്യം രാഷ്ട്രീയമായി ഉന്നയിക്കാമെങ്കിലും ഒരു ഇലക്ഷനിൽ നറേറ്റീവ് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇവിടെ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ട് എന്നുള്ള തോന്നിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അവിടെ നരേന്ദ്രമോദി വരികയാണ് എന്ന് മാത്രമല്ല, ഒരു അമ്പലത്തിന്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നു. അയോധ്യയിൽ രാമക്ഷേത്രം തുറക്കുന്നതിന് മുൻപ് ഇവിടെ തൃപ്രയാറിൽ ഇവിടുത്തെ ശ്രീരാമക്ഷേത്രത്തിൽ പോയി നാളെ 1 മണിക്കൂറാണ് നരേന്ദ്രമോദി ചെലവഴിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ അനുരണനങ്ങൾ കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് ഇപ്പോൾ എങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും?
മിസ്റ്റർ അഭിലാഷ്, ഇപ്പോ മാസത്തിലല്ല ആഴ്ചയിലോ ദിവസത്തിലോ കേരളത്തിൽ വന്ന് പ്രധാനമന്ത്രിക്ക് പോകാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ഇന്ത്യയിൽ ഏറ്റവും ക്രമസമാധാന പരിപാലനമുള്ള സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ഒരൊറ്റ വർഗീയ കലാപങ്ങൾ പോലും കഴിഞ്ഞ 7.5 വർഷമായി റിപ്പോർട്ട് ചെയ്യാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. അപ്പൊ പ്രധാനമന്ത്രി മാസത്തിലോ ആഴ്ചയിലോ ഒക്കെ വന്നോട്ടെ, അതിന് യാതൊരു സംശയമോ അല്ലെങ്കിൽ ആർക്കും അതിൽ വിരോധമായ കാര്യമില്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ സുപ്രീം കോടതിയുടെ വിധിയുടെ ഭാഗമായി ബാബറി മസ്ജിദ് സ്ഥിതി ചെയ്ത സ്ഥലത്ത് തന്നെ രാമക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു. അത് ഒരു ട്രസ്റ്റിനെ ഏൽപ്പിച്ചു. ആ ട്രസ്റ്റിനെ ഏൽപ്പിച്ച പണി പ്രധാനമന്ത്രി ഏറ്റെടുക്കുന്നു. അതിന്റെ ആദ്യ പൂജ മുതൽ അതിന്റെ ശിലാസ്ഥാപനം മുതൽ പ്രധാനമന്ത്രി ഏറ്റെടുക്കുന്നു. ഇപ്പൊ ശ്രീകോവിലിൽ ഈ വരുന്ന 22-ാം തീയതി ശ്രീകോവിലിന്റെ ഉള്ളിൽ പ്രധാന പൂജാരിക്കൊപ്പം പ്രധാനമന്ത്രി ഉണ്ടാകും എന്നെല്ലാമാണ് കേൾക്കുന്നത്. ഇതൊരു മതനിരപേക്ഷ രാജ്യമാണല്ലോ. ഇതോടൊപ്പം തന്നെ 5 കിലോമീറ്റർ അപ്പുറത്ത് ഒരു 5 ഏക്കർ സ്ഥലത്ത് ഒരു പള്ളി പണിയാനും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മറ്റൊരു ട്രസ്റ്റിനെയും ഏൽപ്പിച്ചിരുന്നു. എന്താണ് രാമക്ഷേത്രത്തിന്റെ പണി മുഴുവൻ ഗവൺമെന്റ് സംവിധാനം ഏറ്റെടുത്തത്? പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും അതുപോലെ കേന്ദ്ര മന്ത്രിസഭയും ഒരു പണി ഏറ്റെടുക്കുകയാണ്. ഇതെല്ലാം ജനങ്ങൾ ഗൗരവത്തോടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചു എന്നതുകൊണ്ട് ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എന്നൊന്നുമില്ല. ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ ഈ ഗവൺമെന്റ് എന്തെല്ലാം ചെയ്യുന്നുണ്ടെന്നതാണ് പ്രശ്നം. കുട്ടികളുടെ കാര്യത്തിൽ 111-ാമതായി ഈ രാജ്യം മാറിയതും ദാരിദ്ര്യത്തെ മതിൽ കെട്ടി മറച്ചതുമെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകുന്നതും ഈ ആഷ്പോഷ് യാത്ര നടത്തിയത് കൊണ്ടൊന്നും പ്രയോജനമില്ല. ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ മൗലിക അവകാശം വിനിയോഗിക്കുന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് ഇത്തരത്തിലുള്ള ഒരു പോഷന്റെ പുറകെ പോകില്ല. ജീവൻ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടമായിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഓക്കെ. ശ്രീ വി ടി ബൽറാം, നാളെ നരേന്ദ്രമോദി ഗുരുവായൂരിൽ പോകുന്നു. അത് നല്ലൊരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, നല്ല വിഷ്വൽസ് ആയിരിക്കും. നാളെ നരേന്ദ്രമോദി തൃപ്രയാറിലെ ശ്രീരാമക്ഷേത്രത്തിൽ പോകുന്നു. അദ്ദേഹം 11 ദിവസം വ്രതമാണ് ഇനി ക്ഷേത്രപ്രതിഷ്ഠ, രാമക്ഷേത്ര പ്രതിഷ്ഠ അയോധ്യയിൽ നടക്കുന്നത് വരെ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം ഇന്ന് ആന്ധ്രയിലെ ഒരു ക്ഷേത്രം സന്ദർശിച്ചു. നാളെ കേരളത്തിലെ 2 ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നു. 22-ാം തീയതി, ജനുവരി 22-ാം തീയതി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റികൾ, അതിപ്പോൾ ഗായികമാരും ചലച്ചിത്ര താരങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു നാഷണൽ സെന്റിമെന്റ്സ് അല്ലെങ്കിൽ ഒരു നാഷണൽ മൂഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമുണ്ട്. അപ്പോൾ നരേന്ദ്രമോദി നേരിട്ട് കേരളത്തിൽ വരികയും ചെയ്യാണ്. കേരളത്തിൽ ഉണ്ടായിക്കൂടെ അതൊക്കെ? അഭിലാഷ്, ഈ 2 വാക്കുകൾ ഇവിടെ ഉപയോഗിച്ചു. ഒന്ന് നാഷണൽ മൂഡ്, അതോടൊപ്പം നേരത്തെ പറഞ്ഞു ഒരു ഫീൽ ഗുഡ് ഫാക്ടർ. അഭിലാഷിന് ഓർമ്മയുണ്ടാവുമല്ലോ, ഇതേ അവസ്ഥയായിരുന്നു 2014 ഉണ്ടായിരുന്നത്. അന്ന് വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഇതേ ഒരു ഫീൽ ഗുഡ് ഫാക്ടറിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ 2004 ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ BJP ഉയർത്തിയത്. ഇതേപോലെ ഒരുപാട് തെരഞ്ഞെടുപ്പ് വിശാരദന്മാരുടെയും PR ഏജൻസികളുടെയും ഒക്കെ സഹായം തേടിക്കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു വാചകം അവർ പരസ്യവാചകമായിട്ട് സ്വീകരിച്ചത്. കോൺഗ്രസ് തിരിച്ചൊരു ചോദ്യമേ ചോദിച്ചുള്ളൂ, ഹൂസ് ഇന്ത്യ? നിങ്ങൾ ആരുടെ ഇന്ത്യയെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്? ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാർക്ക് അവരുടെ ഇന്ത്യ ഷൈനിങ് ആയിട്ട് അനുഭവപ്പെടുന്നുണ്ടോ എന്ന ഒരൊറ്റ ചോദ്യത്തിൻ്റെ മേലാണ് ഇവർ കെട്ടിപ്പൊക്കിയ ഈ PR കോട്ടകളൊക്കെ തകർന്നു വീണത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അതേ ചോദ്യം അതിനേക്കാൾ ശക്തമായി ഉന്നയിക്കേണ്ട ഒരു ആവശ്യകതയാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്, ജസ്റ്റിസ് എന്ന് പറയുന്ന ആശയത്തെ അങ്ങേയറ്റം അശ്ലീലവൽക്കരിച്ച ഒരു ഭരണമാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഈ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അനീതികൾക്ക്, ഇൻജസ്റ്റിസുകൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം, അതൊരു പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ്. അതാണ് ഞങ്ങളുടെ ഇലക്ഷൻ ക്യാമ്പയിനായിട്ട് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പറഞ്ഞ പ്രതീകാത്മകതകൾ, ഫോട്ടോ ഓപ്പുകൾ, അതുപോലെ തന്നെ വൈകാരികതകളെ തൊട്ടുണർത്തിക്കൊണ്ടുള്ള പ്രചരണങ്ങൾ, ഇതൊക്കെയാണ് ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചെലവാകുക എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയും കൂട്ടരും മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഇലക്ടറേറ്റിൻ്റെ പ്രബുദ്ധതയെ നോക്കിയുള്ള ഒരു ചോദ്യമായിട്ട് അത് മാറുന്നുണ്ട്. അതിന് ഉത്തരം നൽകേണ്ടത് ഈ നാട്ടിലെ വിവേകശാലികളായിട്ടുള്ള വോട്ടർമാരാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇപ്പോൾ ഇവിടെ നാളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിവാഹ ചടങ്ങിൽ ഗുരുവായൂരിൽ പങ്കെടുക്കുന്നു എന്ന് കേൾക്കുന്നു. അതിനുശേഷം തൃപ്രയാറിലെ ശ്രീരാമക്ഷേത്രം സന്ദർശിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നു. അവിടെ നിന്നൊക്കെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങൾക്കടക്കം കൊണ്ടാടാനുള്ള ഒരുപാട് ഫോട്ടോ ഓപ്പുകൾ ഉണ്ടാകും. പക്ഷേ ഇത്തരത്തിലുള്ള തിയേട്രിക്സ് ആണോ നമുക്ക് വേണ്ടത് എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂർ എടുക്കാൻ നടക്കുന്ന തൃശ്ശൂരിലെ നിയുക്ത BJP സ്ഥാനാർത്ഥിയും അദ്ദേഹം ഒരു അഭിനേതാവ് കൂടി ആയതുകൊണ്ട് അത്തരത്തിലുള്ള തിയേട്രിക്സിൻ്റെ പുറകെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം തൃശ്ശൂരിലെ ലൂർദ് മാതാ പള്ളിയിൽ ചെന്ന് ഒരു കിരീടം സമർപ്പിച്ചത്.
അദ്ദേഹത്തിൻ്റെ നാട് കൊല്ലത്താണ്, നമുക്കറിയാം. അദ്ദേഹം തിരുവനന്തപുരത്താണ് സ്ഥിരതാമസം. അവിടെയൊന്നും ക്രിസ്ത്യൻ പള്ളികൾ ഇല്ലാത്തതുകൊണ്ടല്ല, അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള വൈകാരിക ബന്ധവുമില്ലാത്ത, ഈ കേവലം 2 തവണ മത്സരിച്ച ഒരു രാഷ്ട്രീയ ബന്ധം മാത്രമുള്ള തൃശ്ശൂരിലെ ക്രിസ്ത്യൻ പള്ളി തന്നെ തെരഞ്ഞെടുത്ത് അവിടെ അദ്ദേഹം കിരീടം സമർപ്പിക്കാനൊക്കെ കടന്നു വരുമ്പോൾ ഇത് ഈ നാട്ടിലെ ജനങ്ങളുടെ വിവേകത്തെയും അവരുടെ ബുദ്ധിശക്തിയെയും വെല്ലുവിളിക്കുന്ന, അവരെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹത്തിന് അത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നറിയില്ല, അദ്ദേഹത്തെ കൊണ്ട് ഈ കോലം കെട്ടിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നറിയില്ല. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വിവേകശാലികളായിട്ടുള്ള തൃശ്ശൂരിലെ ജനങ്ങൾ അതിശക്തമായി തന്നെ അക്കാര്യത്തിൽ വിധി എഴുതും. കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ദീപിക പത്രത്തിൽ KCBCയുടെ ഒരു വക്താവ് വളരെ കൃത്യമായിട്ട് ലേഖനത്തിലൂടെ ചൂണ്ടിക്കാണിച്ചത്, തല്ലലും തലോടലും ഒരുമിച്ച് വേണ്ട. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ചും ക്രിസ്തീയ ന്യൂനപക്ഷങ്ങൾ ക്രൂരമായിട്ടുള്ള വേട്ടയാടലുകൾക്ക് ഈ നരേന്ദ്രമോദി ഭരണകൂടത്തിന് കീഴിൽ വിധേയരാകുന്നു. ഓരോ ദിവസവും എന്ന നിലയിൽ 2 അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ക്രിസ്തീയ ദേവാലയങ്ങൾക്കെതിരെ, ക്രിസ്തീയ വിശ്വാസികൾക്കെതിരെ. ഭരണകൂടത്തിൻ്റെ ഏജൻസികളായ ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ള ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തീയ സഭകളെയും ക്രിസ്തീയ സഭകളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസ് അടുക്കുമ്പോൾ, ഈസ്റ്റർ അടുക്കുമ്പോഴുള്ള വലിയ സന്ദർശനങ്ങളും നാട്യങ്ങളും അതൊന്നും ആളുകളെ സ്വാധീനിക്കുന്നതല്ല. അതിൻ്റെയൊക്കെ പൊള്ളത്തരം തിരിച്ചറിയാൻ വിശ്വാസികൾക്ക് സാധിക്കുമെന്ന് ഫാദർ ജേക്കബ് ജി പാലക്കപ്പള്ളി അടക്കമുള്ള KCBCയുടെ ഉന്നതരായിട്ടുള്ള വക്താക്കൾ തന്നെ കടന്നു വന്നുകൊണ്ട് ദീപികയിലടക്കം മുഖപ്രസംഗം എഴുതുമ്പോൾ അത് ആ കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ള തിരിച്ചറിവാണ്. അത് ഈ പറ്റിക്കലിന് നിന്നു കൊടുക്കേണ്ടതില്ല എന്നുള്ള രാഷ്ട്രീയ വിവേകമാണ്. അപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് തൃശ്ശൂരിൽ എന്തെങ്കിലും അത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കും, പ്രധാനമന്ത്രി 2 തവണ 3 തവണ വന്നാൽ അതോടുകൂടി ആളുകളെ കബളിപ്പിക്കാൻ സാധിക്കും എന്നതൊക്കെ അതിരുകടന്ന വിശ്വാസമാണ്. ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലൊക്കെ ചിലപ്പോൾ അത് നടന്നു എന്ന് വരും. പക്ഷേ കേരളം പോലുള്ള ഒരു നാട്ടിൽ, തൃശ്ശൂർ പോലുള്ളൊരു നാട്ടിൽ അതൊന്നും വിലപ്പോവില്ല എന്ന് തൃശ്ശൂരിലെ മതനിരപേക്ഷവാദികളായിട്ടുള്ള ജനങ്ങൾ തെളിയിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ശ്രീ TN പ്രതാപൻ പറയുന്നത്, ഇനിയിപ്പോൾ സുരേഷ് ഗോപിയല്ല, സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ വന്ന് നേരിട്ട് മത്സരിക്കട്ടെ, അവരെ പരാജയപ്പെടുത്താനുള്ള കരുത്ത് ജനാധിപത്യ വിശ്വാസികൾ UDF-നൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് വയ്ക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാട് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ, അങ്ങനെ നരേന്ദ്രമോദി കേരളത്തിൽ മത്സരിക്കോ? തൃശ്ശൂരോ തിരുവനന്തപുരത്തോ ഒക്കെ വേണമെങ്കിൽ അദ്ദേഹത്തിന് മത്സരിക്കാമല്ലോ. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാം. ഒന്നിലധികം സീറ്റുകളിൽ മത്സരിക്കാവുന്നതുകൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തെ കേരളത്തിൽ മത്സരിപ്പിക്കാവുന്നതാണ്. അങ്ങനെ ഒരു ധൈര്യം BJPയെ സംബന്ധിച്ചുണ്ടോ? BJPയുടെ തെരഞ്ഞെടുപ്പിലെ പെർഫോമൻസിന്റെ കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, 12.47% അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ, നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ഇടത്തുമായി നടന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ട് ഷെയർ. അപ്പോൾ നരേന്ദ്രമോദിയെയോ നിർമ്മല സീതാരാമനെയോ ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനുള്ള ധൈര്യമുണ്ടോ? അഭിലാഷ്, നിങ്ങൾ ചോദ്യമൊക്കെ ചോദിക്കും, പക്ഷെ ഉത്തരം പറയുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമയത്തിന്റെ ഒരു മര്യാദയ്ക്ക് അധികം സമയം വേണ്ട. അല്ല, ഇത്തവണ തരാം. കഴിഞ്ഞ തവണ വോയിസിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കൊണ്ട് കട്ടായി പോയതാണ്. ആയിക്കോട്ടെ. എങ്കിൽ നമുക്ക് ഇവരൊക്കെ കുറെ കാര്യം പറഞ്ഞു. ഒരു സുഹൃത്ത് A പ്ലാന്, B പ്ലാന്, C പ്ലാൻ ഒക്കെ പറഞ്ഞു. സാർ, ഇത് വിജയിപ്പിച്ച പാർട്ടിയാണ് BJP. ബംഗാളിൽ എത്ര വോട്ടുണ്ടായിരുന്നു BJPക്ക് വേണ്ടി? നിങ്ങൾക്ക് എത്ര ഉണ്ടായിരുന്നു? ഇന്ന് അവിടുത്തെ പ്ലാൻ Aയും പ്ലാൻ Bയും കൊണ്ട് നിങ്ങൾക്ക് എത്രയുണ്ട്? വട്ടപൂജയല്ലേ? ത്രിപുര 24 കൊല്ലം കയ്യിൽ വെച്ച സ്ഥലമല്ലേ? പ്ലാൻ A പ്ലാൻ B. ഒരു കാലത്ത് നമ്മൾ കേരളത്തെ ബംഗാളാക്കാൻ നടന്നവരായിരുന്നു, ഓർമ്മയുണ്ടോ? ഇപ്പൊ കേരളത്തെ ബംഗാൾ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ബംഗാളിൽ നിങ്ങൾ കണ്ട് ഉണ്ടാക്കിയവരൊക്കെ ഇവിടെ വന്ന് പുറകോട്ടടിക്കുന്നത് കൊണ്ടും അവരുടെ ഹിന്ദി നമ്മൾ പഠിക്കുന്നത് കൊണ്ടും കേരളം ബംഗാളാവുന്നുണ്ട്. അതുകൊണ്ട് പ്ലാൻ A പ്ലാൻ B ഒന്നും നമ്മൾ പറയണ്ട. പിന്നെ മോഡി വന്നതിന്റെ കല്യാണത്തെ കുറിച്ച് പറഞ്ഞു. മോഡി വന്ന കല്യാണത്തെ കുറിച്ച് പറയുമ്പോൾ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 4000 കോടി രൂപയുടെ പ്രോജക്റ്റാണ് പ്രഖ്യാപിക്കുന്നത്. പിന്നെ ഇതൊക്കെ പറയുമ്പോഴും അഭിലാഷേ, എന്തുമാത്രം കളവുകളാണ് ഇവർ 2 കൂട്ടരും പറയുന്നത്. നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടെ നമ്മുടെ കോ പാനലിസ്റ്റിന്റെ ഫേസ്ബുക്ക് പേജ് എടുത്തു നോക്കൂ. കല്യാണം മാറ്റി വെച്ചു, അവിടെ വേറെ എന്തൊക്കെയോ നടന്നു. ഒരു യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത രാഷ്ട്രീയ വിജയങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നതിന് പകരം ഊഹാപോഹങ്ങൾ അടിസ്ഥാനപ്പെടുത്തി അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ആനന്ദ നിർവൃതി അളയുന്ന ഒരു കാര്യം. കേരളം ക്രമസമാധാനത്തിന് മുമ്പിലാണ് എന്ന് എന്തായാലും ആ കുട്ടികളുടെ പിതാവ് കുത്തേറ്റ വീണ മണ്ണിൽ പോയി പറയുന്നത് നന്നായി ആലോചിച്ചിട്ട് മതി എന്നൊരു അഭിപ്രായമുണ്ട് മിസ്റ്റർ സർ. പിന്നെ അഭിലാഷ് ചോദിച്ച അടുത്ത ചോദ്യം, ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിൽ വിജയിക്കുമോ? ഞാൻ ചോദിക്കട്ടെ, ചരിത്രം എന്നെക്കാളും അറിയുന്ന ഒരാളാണ് അഭിലാഷ് എന്ന് എനിക്കറിയാം. അഭിലാഷേ, നിങ്ങൾ തമിഴ്നാട്ടിലെ അണ്ണാദുരയെ പണ്ട് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. C സുബ്രഹ്മണ്യവും കാമരാജും അണ്ണാദുരയെ പരിഹസിച്ചു. ഇപ്പൊ നിങ്ങൾ പറയുന്ന മാതിരി. പക്ഷെ 1952 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 15 സീറ്റാണ് DMKക്ക് കിട്ടിയത്. ആ തെരഞ്ഞെടുപ്പിൽ അണ്ണാദുരെ തോറ്റു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അന്ന് അദ്ദേഹത്തെ വീണ്ടും കോൺഗ്രസ്സുകാർ പരിഹസിച്ചു. 57 സീറ്റ് കിട്ടിയപ്പോൾ അണ്ണാദുരെ തോറ്റപ്പോൾ പരിഹസിച്ചു. പക്ഷെ അന്ന് അണ്ണാദുരെ പറഞ്ഞ വാക്കുണ്ട്. എന്താ പറഞ്ഞത്?
ചെറിയ കിളികൾ കഴുകന്മാരെ വേട്ടയാടുന്ന കാലഘട്ടം വരും. ചെറിയ കിളികൾ കഴുകന്മാരെ വേട്ടയാടുന്ന കാലം വരുമെന്ന് ഭാരതീയ ജനതാ പാർട്ടി അന്ന് പറയുന്നത് ഇത് അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയല്ലേ? നോക്കൂ, നിങ്ങൾ കേരളത്തെ സ്ഥിതിയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു. ചെറിയ കിളിയല്ലല്ലോ, വലിയ പക്ഷിയല്ലേ? സൂചന ഞാൻ ചോദിക്കട്ടെ. നെഹ്റു 2 തവണ കേരളത്തിൽ വന്നു, 1957 1962. അന്ന് കേരളത്തിൽ വന്ന് നെഹ്റു പറഞ്ഞ സമാന സാഹചര്യം ഉണ്ട് എന്ന് ബൽറാം സമ്മതിക്കുമോ? ചത്ത കുതിരയെ നിങ്ങൾ എന്തിനാണ് തിരിച്ചുകൊണ്ടുവരുന്നത് എന്ന്. ഇന്ത്യ രാജ്യത്തിന് വിഭജനത്തിന് കാരണമായ പാർട്ടിയെ ഈ കേരളത്തിന്റെ മണ്ണിൽ എങ്ങനെയാണ് നിങ്ങൾ പൊറപ്പിക്കുന്നത് എന്ന് ചോദിച്ച നെഹ്റുവിന്റെ സമാന സാഹചര്യം കേരളത്തിലുണ്ടോ? 1962 അദ്ദേഹം വരുമ്പോൾ അതിന്റെ തലേന്നാണ് ബിഷപ്പുമാരുടെ ഇടയലേഖനം വന്നത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യരുത്, കേൾക്കണം. അന്ന് പറഞ്ഞപ്പോൾ നെഹ്റു പറഞ്ഞു, ആവശ്യത്തോട് ഞാൻ 100% ശരി പുലർത്തുന്നു, കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യരുത് എന്ന അഭിപ്രായം എനിക്കുമുണ്ട്. പക്ഷെ ഇത് പറയാൻ ഇടയന്മാരായ നിങ്ങൾ ഏതാണ്? നിങ്ങൾ ആരാണ്? രാഷ്ട്രീയവും നിങ്ങളുമായി കൂട്ടിക്കുഴയ്ക്കുമ്പോൾ ഇത് അപകടകരമാകുന്ന ഒരു പ്രവണതയിലേക്ക് എത്തുമെന്ന് പറയുമ്പോഴും കേരളത്തിൽ എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂരിലെത്തി ഔദ്യോഗിക ചടങ്ങുകളിൽ അവിടുത്തെ ആരാധനയും അവിടുത്തെ ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൽ യാതൊരു അനിഷ്ടവും കാണാത്തവർ, ഒരു കാലഘട്ടവും ഇല്ലാതെ ഒരു മനുഷ്യന് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പഠിപ്പിക്കാനുള്ള അവസരം ഇല്ലെന്ന് പറയുമ്പോൾ എന്താണ് അഭിലാഷം? രണ്ടാമതൊന്നും കൂടി ഞാൻ അഭിലാഷം ശ്രദ്ധയിൽപ്പെടുത്തും. ഞാൻ പറയുന്നു, 1950-കളില് നിങ്ങൾ 70-കളിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും മൃഗനയനിയുടെ കഥ. കൈമ്പാരി കൂട്ടക്കൊലയിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചോറിൽ കുഴച്ച് അമ്മയുടെ വായിലേക്ക് അള്ളിക്കൊടുത്തു. ടി.പി. ചന്ദ്രശേഖരൻ വധവും കേരളത്തിലെ UDF അനുഭാവികളും അനുഭവിക്കുന്ന സമാനമായ സാഹചര്യം കേരളത്തിലുണ്ടോ അഭിലാഷ്? സമാനമായ സാഹചര്യം കേരളത്തിലുണ്ടോ? അന്ന് നെഹ്റു പറഞ്ഞതും ഇന്ന് കൈമ്പാരിയിൽ നടന്നതുപോലെ മനുഷ്യന്റെ പച്ച മാംസം കൂട്ടിക്കുഴച്ച് സ്വന്തം പാർട്ടിയിൽപ്പെട്ടവന്റെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കുന്ന സമാനമായ സാഹചര്യം മാത്രമല്ല. നോക്കൂ, നിങ്ങളിപ്പോ എന്റെ സുഹൃത്ത് ഇവിടെ ട്രാപ്പിലും കൂടെ നിങ്ങൾ കാണണം. നോക്കൂ, കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിലാണ് ഇടതുപക്ഷം. അഭിലാഷേ, ഈ ട്രാപ്പിലേക്ക് ഇപ്പൊ എന്താ മനുഷ്യച്ചങ്ങനെ പൊട്ടുമെന്ന് വന്നപ്പോഴാണോ ഇരു കൂട്ടരെയും ട്രാപ്പ് ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി ഇറങ്ങിയത്? ആ ട്രാപ്പിൽ കോൺഗ്രസ് വീഴുന്നിടത്തേക്ക് എത്തും. മാത്രമല്ല, കണക്കിന് ഞാൻ ചോദിക്കട്ടെ, അച്യുതമേനോന്റെ കാലഘട്ടം മുതൽ AK ആന്റണിയുടെ കാലഘട്ടത്തിലെ ശമ്പളത്തിൽ നിഷേധിച്ച് ജീവനക്കാരുടെ സമരം നേരിട്ടത് മുതൽക്ക് ഈ കേരളത്തിലെ ധനകാര്യമന്ത്രി വന്ന് കേരളത്തിലെ ഖജനാവിൽ പൂച്ച വെച്ച് കിടക്കുന്ന അവസ്ഥയുണ്ട് എന്ന് പറയുമ്പോൾ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ എന്തിനാ ഇത് ഇനി പ്രതിപക്ഷമാണോ? എന്തുകൊണ്ട് ഇന്ത്യയിൽ BJP ഇതര സംസ്ഥാനങ്ങളൊന്നും ഈ ബഹളം ഉണ്ടാക്കുന്നില്ല? അപ്പൊ സമാനമായ സാഹചര്യങ്ങൾ കേരളത്തിലുണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയെ തോൽപ്പിക്കുമെന്നോ ഞങ്ങൾ അവരെ തോൽപ്പിക്കാൻ പോകുന്നെന്നോ ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരുടെ അജണ്ടകൾ ഉണ്ടാകും. കേരളത്തിൽ ആള് മത്സരിക്കുമെന്ന് അഭിലാഷം ചോദിക്കും. അത് BJPയുടെ ഒരു പൊളിറ്റിക്കൽ സീക്രട്ട് അല്ലേ? അത് ഞങ്ങൾ അങ്ങനെ വെളിപ്പെടുത്തും. തീർച്ചയായിട്ടും ആര് മത്സരിക്കും എന്നുള്ളത് ഇപ്പോഴേ പറയണ്ട, തീരുമാനമാവുമ്പോൾ നമുക്കറിയാലോ. എന്തായാലും എനിക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ വരാം. ചർച്ചയിലേക്ക് ശ്രീ അരുൺകുമാർ, കേന്ദ്ര വിരുദ്ധ സമരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പോയി ഡൽഹിയിൽ പോയി നടക്കാൻ ഇരിക്കെ അല്ലെങ്കിൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മോഡി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഈ കേന്ദ്ര വിരുദ്ധ സമരത്തിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പ്രതിപക്ഷത്തെയും ക്ഷണിച്ചിട്ടുണ്ട്. അവർ വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഒരു മുഖ്യമായ വിഷയമായി കേരള സ്പർദ്ധ വരുമോ? തീർച്ചയായും. കാരണം ഒരു ഫെഡറൽ രാജ്യത്ത് സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട വിഹിതം കൃത്യമായി തന്നെ കൊടുക്കുക എന്നുള്ളത് കേന്ദ്രത്തിന്റെ കടമയാണല്ലോ. ഒന്ന്, കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് സംസ്ഥാനത്തിന്റെ ഭരണ നേട്ടങ്ങളെ ജനങ്ങളിൽ എത്തിക്കാതെ എപ്പോഴും പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. 2, ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് പച്ചയായ രാഷ്ട്രീയം കളിക്കുകയും സർവകലാശാലകളുടെ ഭരണത്തിൽ വരെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം. 3, സാമ്പത്തിക പരമാധികാരം തകർക്കുന്ന തരത്തിൽ കേരളത്തിന് കിട്ടേണ്ട നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു. അങ്ങനെ 3 തരത്തിലാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതിനെ അതിശക്തമായി തന്നെ നേരിടാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചല്ലോ. ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ സമീപിക്കാൻ മാസങ്ങൾ കാത്തിരുന്നതിന് ശേഷമാണ് ഒരു ബില്ലിന്റെ പോൽ 2 വർഷത്തിലധികം അടയിരുന്നപ്പോഴാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ സമീപിച്ചതോടുകൂടി ഒരു ബില്ലിൽ ഒപ്പിട്ടു, ബാക്കി 7 ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുന്ന സാഹചര്യം ഉണ്ടായി. അതേ സമാധാനമായിട്ടുള്ള സാഹചര്യം ഇപ്പൊ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ കിഫ്ബിയെ തകർക്കാൻ നോക്കിയപ്പോ EDക്കെതിരെ ഹൈക്കോടതി പോയ സാഹചര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഇപ്പോ സാമ്പത്തികമായി കേരളത്തെ തകർക്കാൻ നോക്കുന്ന ശ്രമം എത്ര തവണ നമ്മൾ ആവശ്യപ്പെട്ടു, കത്ത് കൊടുത്തു, അതുപോലെ പാർലമെന്റിൽ ആവശ്യപ്പെട്ടു. അങ്ങനെ പരമാവധി ശ്രമിച്ച് ഒരു രക്ഷയുമില്ല എന്ന് വരുമ്പോഴാണ് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയെ സമീപിക്കുകയും ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സമരത്തിന് നേതൃത്വം കൊടുക്കാൻ ശ്രമിക്കുന്നത്. എത്ര മാസമായി നമ്മൾ കാത്തിരിക്കുന്നു? കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിച്ച് മുന്നോട്ട് പോകണം. ക്ഷേമ പദ്ധതികളിൽ ഒരു കുറവ് വരാൻ പാടില്ല. അതുപോലെ പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് നേട്ടങ്ങൾ വരുത്തണം. അതുപോലെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കണം. അപ്പൊ കേന്ദ്ര വിഹിതം കിട്ടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ.
നികുതി പിരിവിലൊന്നും ഒരു കുറവുമില്ല. കഴിഞ്ഞ 2 ശരി, അല്ല അത് മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. വരുന്ന ദിവസങ്ങൾ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. എനിക്ക് ചെറിയ ഒരു സമയം മാത്രമേ ബാക്കിയുള്ളൂ. ശ്രീ VT ബൽറാം, ഇപ്പോൾ എന്തായാലും കേരളം സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു കേരളത്തിന് അർഹമായ വിഹിതം കിട്ടുന്നില്ല എന്ന് കേന്ദ്രത്തിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസും സഹകരിക്കണ്ടേ, UDF-ഉം സഹകരിക്കണ്ടേ? കേന്ദ്രത്തിനെതിരെ ആർജവത്തോടു കൂടിയുള്ള നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ 6-7 കൊല്ലമായി. നിയമസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ പേര് പരാമർശിക്കാൻ പോലും ധൈര്യമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കേന്ദ്രത്തിനെതിരെ യോജിച്ച സമരത്തിൻ്റെ ഒരു ആവശ്യം മുന്നോട്ട് വരുന്നത്. ഏതായാലും ആത്മാർത്ഥതയോടുകൂടിയാണ്, ഇത് സ്ഥിരം നിലപാടാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള നിലപാടുകളെ ചെറുക്കാൻ ഓരോ ഘട്ടത്തിലും ഗവൺമെൻറ് തയ്യാറായി കടന്നു വരും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് ഞങ്ങൾ ആലോചിച്ച് മാത്രമേ തീരുമാനം പറയുള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വീണ്ടും രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇത് ഇവർ തമ്മിലുള്ള പതിവ് അന്തർനാടകങ്ങളുടെ ഭാഗമാണോ ഒത്തുതീർപ്പുകളുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ തൃശ്ശൂരിൽ കരുവന്നൂരിലെ വിഷയത്തിൽ ED അന്വേഷണം നടക്കുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. ഇത് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രമാണോ, തൃശ്ശൂരിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഏതെങ്കിലും ഒത്തുതീർപ്പുകൾക്ക് വേണ്ടി ആരെയെങ്കിലും സമ്മർദ്ദത്തിലാക്കുകയാണോ, ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ അറിയാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗവൺമെന്റിന്റെ ആത്മാർത്ഥതയെ ഞങ്ങൾ വിലയിരുത്തുകയും ഗവൺമെന്റിനോടൊപ്പം നിന്നുകൊണ്ട് ഈ പോരാട്ടം നടത്തണോ അതോ ഞങ്ങളുടേതായ തലത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വീഴ്ചകൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം. എന്തായാലും വരാനിരിക്കുന്ന ദിവസങ്ങൾ രാഷ്ട്രീയമായ വാദപ്രതിവാദങ്ങളാൽ കലുഷിതമാകും. നരേന്ദ്രമോദി ഇന്ന് ഇപ്പോൾ കൊച്ചിയിലെത്തിയിരിക്കുന്നു, നാളെയും കേരളത്തിലുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. സൂപ്പർ പ്രൈം ടൈമിന്റെ സമയം അവസാനിക്കുകയാണ്. എല്ലാ അതിഥികൾക്കും നന്ദി.